അനുതാപത്തിന്റെ വലിയ പാഠമാണ് കപ്പൽ പ്രദക്ഷിണം നമുക്ക് സമ്മാനിച്ച നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടുള്ള മാർത്ത മറിയം സീറോ മലബാർ പള്ളിയിലാണ്. കുറവലങ്ങാട് പള്ളി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പള്ളിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതുമായ ഒന്നാണ് ഇവിടുത്തെ 3 നോമ്പ് തിരുനാൾ. ഈ 3 നോമ്പ് തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കപ്പലോട്ടമുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കൂടാതെ തന്നെ 3 നോമ്പ് തിരുനാളിന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആനയെ പ്രദക്ഷിണത്തിലെത്തിക്കുകയും ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പള്ളിയിൽ നിന്നും മുത്തുകുടകൾ കൊടുത്തയക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 5 നോയമ്പിനോടനുബന്ധിച്ചുള്ള കപ്പലോട്ടത്തിൽ കടപ്പൂർ നിവാസികൾക്കാണ് കപ്പലെടുക്കുന്നതിനുള്ള അവകാശം. കറുത്തേടം, ചമ്പൻകുളം, പുതുശ്ശേരി, അഞ്ചേരി, വലിയ വീട് എന്നീ മറ്റ് 5 വീട്ടുകാരാണ് 3 നോമ്പ് തിരുനാളിന് കപ്പൽ വഹിക്കുന്നത്. കപ്പൽ പ്രദക്ഷിണം എന്ന അതുല്യമായ ചടങ്ങിൻ്റെ ഉത്ഭവം യോനാ പ്രവാചകനെക്കുറിച്ചുള്ള ബൈബിൾ പരാമർശത്തിൽ നിന്നാണ്. നിനവയിലെ ജനങ്ങൾക്ക് നാശം സംഭവിച്ചുവെന്ന് മുന്നറിയിപ്പ് നൽകാൻ ദൈവം ജോനയോട് പറയുകയും എന്നാൽ ഭയന്ന് ജോപ്പയിലേക്ക് ഓടിയ ജോന അവിടെ നിന്നും സ്പെയിനിലേക്ക് രക്ഷപ്പെടാൻ ഒരു കപ്പലിൽ കയറുകയും ചെയ്തു. എന്നാൽ കൊടുങ്കാറ്റുണ്ടാക്കി ജോനയെ കപ്പലിൽ നിന്നും പുറത്തു ചാടിക്കുകയും കർത്താവ് അയച്ച ഒരു ഭീമൻ മത്സ്യം അവനെ വിഴുങ്ങുകയും ചെയ്തു. 3 രാത്രിയും പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിച്ചുകൂട്ടിയ ജോനയെ മത്സ്യം ഛർദ്ദിക്കുകയും പിന്നീട് അവൻ സന്ദേശം നൽകാനായി നിനവേലേക്ക് പോവുകയും ചെയ്തു. ഈ കഥയാണ് കപ്പൽ പ്രദക്ഷിണം വഴി അവതരിപ്പിക്കുന്നത്. നിരവധി ചരിത്ര പ്രാധാന്യമുള്ള കുറവലങ്ങാട് പള്ളി നിർമ്മിച്ചത് AD 105 ലോകത്ത് ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ പള്ളിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശുള്ളത്. 48 അടി ഉയരമുള്ള ഈ കുരിശ് പണി കഴിപ്പിച്ചത് AD 1575 കൂടാതെ ഈ പള്ളിയിൽ 3 ഭീമൻ മണികളുള്ള ഒരു മണിമാളിക കൂടിയുണ്ട്. 1910 ജർമ്മനിയിലെ ഹാംബുർഗിൽ നിന്നാണ് 30,000 രൂപ മുടക്കി ഈ 3 മണികൾ കേരളത്തിൽ കപ്പൽ മാർഗം എത്തിച്ചത്. വന്ദനം ചെയ്യുകയാണ്. 2ാം പ്രാവശ്യം ഇതാ 3ാം പ്രാവശ്യവും പരിശുദ്ധ സക്രാരിക്ക് വന്ദനം അർപ്പിച്ച് ദിവ്യകാരുണ്യനാഥന് ആരാധന അർപ്പിച്ച് ഗജവീരൻ പരിശുദ്ധ അമ്മയുടെ വിരുമ്പുമായി മുത്തിയമ്മയുടെ പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുകയായി. പ്രധാന ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് കൂടി മുത്തിയമ്മയുടെ തിടമ്പേറ്റ് ഗജവീരൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളെ ശരിക്കൽ ആനവാതിൽക്കൽ ആഞ്ഞുകുത്തുകയും കൊമ്പ് ഉടക്കിപ്പോവുകയും ആണ് ആനയ്ക്ക് കൊമ്പ് ഊരിയെടുക്കുവാനായി സാധിച്ചത്. പ്രസ്തുത ചരിത്രത്തിന്റെ ഓർമ്മയാണ് 3 നോമ്പ് തിരുനാളിന്റെ മധ്യദിനത്തിൽ കുറവലങ്ങാട് പള്ളിയിൽ പ്രത്യേകമായുള്ള ആനവായിൽ ചക്കര നേർച്ചയെന്ന് ഈ സമയം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ആനവാതിൽ സംഭവ നേർച്ചയായി തുടർന്നു പോരുകയാണ്. കുരിശിലാണ് രക്ഷയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്ന ധന്യമായ നിമിഷങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി ആന ഇതാ പരിശുദ്ധ സക്രാരിക്ക് മുമ്പിൽ 3 തവണ വണങ്ങി തന്റെ ആദരവും കടപ്പാടും വിധേയത്വവും പരമകാരുണികനായ ദൈവത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ കുറവലങ്ങാട് മുത്തിയമ്മ വാണരുളുന്ന തെക്കേ സങ്കീർത്തിക്ക് മുമ്പിലും പരിശുദ്ധ അമ്മയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് പരമകാരുണികനായ ദൈവത്തെ വണങ്ങി ഞങ്ങൾക്ക് വേണ്ട തിരുക്കുമാരനിൽ നിന്ന് വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ വാങ്ങി നൽകുന്ന അതുല്യ നിമിഷത്തിലൂടെയാണ് നാം സഞ്ചരിക്കുക. കുരിശിന്റെ തിരുശേഷിപ്പടക്കം 18 തിരുശേഷിപ്പുകൾ സമ്മഹിക്കപ്പെടുന്ന പ്രദക്ഷിണമാണ് 3 നോമ്പ് തിരുനാളിലെ 2ാം ദിനത്തിലേത്. വിശുദ്ധരുടെ അഭൗമമായ സാന്നിധ്യത്തിലൂടെ വിശുദ്ധരുടെ ജീവിത മാതൃകയെ പിൻചെന്നുകൊണ്ട് സഭയ്ക്കായി
സമൂഹത്തിനായി സമുദായത്തിനായി പ്രവർത്തിക്കാമെന്ന് നമുക്ക് ദൈവത്തിന് വാക്കുകൊടുക്കാം. പശ്ചാത്താപത്തിന്റെ, അനുസരണത്തിന്റെ, അനുതാപത്തിന്റെ വലിയ പാഠമാണ് കപ്പൽ പ്രദക്ഷിണം നമുക്ക് സമ്മാനിക്കുക. വലിയ പള്ളികളിൽ നിന്ന് സീറോ മലബാർ സഭയുടെ കൂരിയ ബിഷപ്പ് അഭിവന്ദ്യമാർ സെബാസ്റ്റ്യൻ മാണിയപ്പുരയ്ക്കൽ പിതാവ് അനുഗ്രഹം നൽകി, അവകാശം നൽകി. കടപ്പൂർ കരക്കാർ തോളിലേറ്റിയ കപ്പലിതാ വീണ്ടും വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫലങ്ങൾ, അനുസരണക്കേടിന്റെ അനുഭവങ്ങൾ മനുഷ്യ മഹാസാഗരത്തിന് സമ്മാനിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കാണ് കടപ്പൂർ നിവാസികൾ കപ്പൽ യാത്രയെ ക്രമീകരിച്ചിരിക്കുക. കുരിശിൻ തൊട്ടിയിലേക്ക് കപ്പൽ പ്രദക്ഷിണം ഇറങ്ങുന്നതിന് തൊട്ടു മുൻപായി വീണ്ടും മുത്തിയമ്മയുടെ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ മുത്തിയമ്മയെയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തെയും 3 പ്രാവശ്യം കപ്പൽ വണങ്ങുന്ന നയനമനോഹരമായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുക. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 3 പ്രാവശ്യം ഓടി അത് പരിശുദ്ധ സക്രാരിയുടെ മുൻപിൽ 3 പ്രാവശ്യം വണങ്ങി തുടർന്ന് കപ്പൽ കുരിശിൻ തൊട്ടിയിലേക്ക് പ്രദക്ഷിണ വഴിയിൽ നീങ്ങുകയായി. കപ്പലിന്റെ സഞ്ചാരപാതയിൽ പ്രദക്ഷിണവേദിയിൽ 12 കുമ്പിടലുകളാണ് നമുക്ക് കാണുവാനായി സാധിക്കുക. കുമ്പിട്ട് വണങ്ങുന്നു, ആരാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തെ 12 വട്ടം ആരാധിക്കുന്ന കപ്പലിന്റെ ആരാധന ഭാഷയാണ് നമ്മുടെ നയനങ്ങൾ ദർശിച്ചത്. വലിയ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ കപ്പൽ ആദ്യം 3 വട്ടം കുമ്പിട്ടു. അതിനുശേഷം ചെറിയ പള്ളി നടയിൽ 3 വട്ടം കുമ്പിട്ടു. ഒരിക്കൽ കൂടി വലിയ ദേവാലയത്തിന്റെ ആനവാതിക്കൽ 3 തവണ കുമ്പിട്ടുകൊണ്ട് തിരുക്കുടുംബത്തെയും പരിശുദ്ധ ത്രിത്വത്തെയും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് കൽക്കുരിശിൻ തൊട്ടിയിലേക്ക് കപ്പൽ യാത്രയാവുകയാണ്. കപ്പലിന്റെ 4ാം വട്ട 4ാമത് കുമ്പിടൽ കുരിശിൻ തൊട്ടിയിലാണ്. ഈ നിമിഷം ഇതാ മുത്തിയമ്മയുടെ തിടമ്പേറ്റുന്ന കൂത്താട്ടുകുളം മഹാദേവൻ എന്ന ഗജവീരൻ കൽക്കുരിശിൻ തൊട്ടിക്ക് അഭിമുഖമായി നിൽക്കുകയാണ്. ഒറ്റ കൽക്കുരിശ് ഉയർത്തി നാട്ടുവാനായി ഈ ദേശത്തിന്റെ മുൻ തലമുറക്കാർ എത്ര പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല. കാഞ്ഞിരക്കാട്ട് ഇല്ലത്ത് നിന്നുള്ള ഗജവീരനെ കൊണ്ടുവന്ന് കെട്ടി വലിച്ചു നോക്കിയിട്ടും ഈ കൽക്കുരിശ് ഉയർത്തുവാനായി സാധിക്കാതെ വന്ന വിഷമിച്ചു നിന്ന ജനസമൂഹത്തിന് മുന്നിലേക്ക് വളരെ വൃദ്ധയായ ഒരു സ്ത്രീ കടന്നു വന്ന് പറയുകയാണ്, ഞാനും കൂടാ. വൃദ്ധയായ സ്ത്രീയുടെ രൂപത്തിലെത്തിയ പരിശുദ്ധ അമ്മ വിരൽ തൊട്ടപ്പോൾ ഉയർത്തി നാട്ടുവാനായി സാധിച്ചതാണ് ഈ കൽക്കുരിശ് എന്ന് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, മുത്തിയമ്മ 3ാമതായി ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കൽക്കുരിശിൻ തൊട്ടി. കൽക്കുരിശിൻ തൊട്ടിയിലേക്ക് കപ്പൽ എത്തുകയാണ്.
കുറവലങ്ങാട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമാക്കുകയാണ്. കുരിശിലാണ് രക്ഷയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ വിശ്വാസ സാഗരത്തോടെ കടപ്പൂർ നിവാസികൾ. കപ്പലിന്റെ തണ്ടുകൾ കുരിശിൻ തറയിൽ വെച്ചുകൊണ്ട് കുരിശിൽ അഭയം തേടുന്ന കപ്പലിന്റെ കാഴ്ച, അതേ കുരിശിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഭൂമിയിൽ തീർത്ഥാടനം നടത്തുന്ന തിരുസഭ കുരിശിനോട് ചുവട്ടിലാണ് പരിഹരിക്കപ്പെടുക. എന്നാൽ താർശീശിൽ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് യോന കരുതി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും തങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കുവാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന കപ്പലിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്ന? എന്താണ് ഇതിന്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കുവാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ് നമുക്ക് ഈ മനുഷ്യനെയും ദൈവികനാക്കിയിട്ടുമില്ല. പക്ഷേ മനുഷ്യ സമൂഹത്തെ കാർന്നു നശിപ്പിക്കുമ്പോഴും ജനം ദൈവത്തിന്റെ പക്കലേക്ക് കണ്ണും ഹൃദയവും ഉയർത്തി നിലവിളിച്ചു. കുറവലങ്ങാടിന്റെ വിശ്വാസത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന കൽക്കുരിശിൽ ശാന്തമായി നിൽക്കുന്ന മനോഹരമായ ആത്മീയതയുടെ നിറവ് സമ്മാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. നമുക്കും പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ അനുനിമിഷം അമ്മ നമ്മുടെ കൂടെയാവാൻ, വാദങ്ങൾക്ക് വിളക്കായി, വീതിയിൽ പ്രകാശമായി, ചിന്തയിൽ സൗരഭ്യമായി, സ്വപ്നങ്ങളിൽ മഴവിൽ ശോഭയായി, നമ്മിൽ നോവായും പടരുന്ന നെടുവീഴ്ക. 2500-ൽ പരം മരിയ ദർശനങ്ങളെ പറ്റി നാം കേട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ തന്റെ പാദസ്പർശത്താൽ അനുഗ്രഹമായി ചൊരിഞ്ഞ ഏക സ്ഥലമാണ് കുറവലങ്ങാട്ടേത്. മാതൃസ്നേഹത്തിന്റെ വറ്റാത്ത നീരുറവ കാണിച്ചു തന്ന, നീരുറവ തെളിച്ച കാരുണ്യഭൂമിയിലാണ് തന്നെ നൽകിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുക. പ്രദക്ഷിണം കുരിശുത്തൊട്ടിയിലായിരിക്കുമ്പോൾ ദൃശ്യവിസ്മയത്തിന്റെ ആത്മീയതയുടെ നേർക്കാഴ്ച തീർത്ഥാടകർക്ക് സമ്മാനിക്കുന്ന ഒറ്റക്കൽ കുരിശാണ് നാം കാണുക. കുറവലങ്ങാടിന്റെ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഒറ്റക്കൽ കുരിശ്.
ലോകത്തിന് മുഴുവൻ അനുഗ്രഹം ചൊരിയുന്ന കുറവലങ്ങാട് മുത്തിയമ്മ വാണരുടെന്ന് തെക്കേ സങ്കീർത്തിക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന അട്ടക്കുരിശ് 16-ാം നൂറ്റാണ്ട് മുതൽ കുറവലങ്ങാടിന് അനുഗ്രഹമായി ലോകർക്കേവർക്കും ആശ്വാസമേകുന്ന പരിശുദ്ധ അമ്മ തരത്തിലേക്ക് കടപ്പൂർ നിവാസികൾ ഇതാ കപ്പൽ പ്രദക്ഷിണത്തെ ക്രമീകരിക്കുകയാണ്. പ്രക്ഷുബ്ധമാണ് കടൽ. കപ്പൽ മറിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആടി ഉദയുകയാണ് കപ്പൽ. എന്താണ് കാരണമെന്ന് കപ്പൽ യാത്രക്കാർ പരസ്പരം ചോദിക്കുകയാണ്. യോനായ്ക്ക് നറുക്കു വീഴുന്ന രംഗങ്ങളിലേക്ക് നമ്മെ കടപ്പൂർ നിവാസികൾ കൊണ്ടുപോകുകയാണ്. ദൈവിക പദ്ധതികളോട് സഹകരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രക്ഷുബ്ധമായ അനുഭവങ്ങൾ, ജീവിതത്തിന്റെ കോളിളക്കങ്ങൾ, അനുസരണക്കേടിന്റെ ഫലങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ രംഗങ്ങൾ. അനുതാപത്തിന്റെ പശ്ചാത്താപത്തിന്റെ വഴികളിലൂടെ ദൈവിക പദ്ധതികളോട് ചേർന്നു വന്നാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കൂടി പരപ്പുകളിൽ നിന്ന് മറിയുന്ന തരത്തിലേക്ക് കപ്പലിതാ മാറുകയാണ്. ആരാബ്ദങ്ങളിൽ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി നമ്മുടെ അനുഗ്രഹങ്ങൾ ദൈവിക പദ്ധതിക്കൊപ്പം സഞ്ചരിക്കുന്നവർക്കൊപ്പം ഉണ്ടാകുമെന്ന വലിയ പാഠമാണ് നമുക്ക് കപ്പൽ പ്രദക്ഷിണത്തിന്റെ രംഗങ്ങൾ സമ്മാനിക്കുക. ദൈവനിഷേധം ഒരിക്കലും മനുഷ്യനെ ശാന്തനാക്കുന്നില്ല. കപ്പൽ പ്രദക്ഷിണത്തിലേക്ക്, കപ്പലിലേക്കൊന്ന് കണ്ണുകൾ ഓടിക്കുക. ആർത്തലയ്ക്കുന്ന മലമുള്ളത് ഉയർന്നു വരുന്ന നിലമാലയ്ക്ക് മുന്നിൽ ലക്ഷ്യം തെറ്റി അലയുന്ന കപ്പലിന്റെ രൂപമാണ് ഇപ്പോൾ നിങ്ങളുടെ കാഴ്ചകളായി അവതരിപ്പിക്കപ്പെടുക. കടൽ ക്ഷോഭത്തിൽപ്പെട്ടിരിക്കുന്നു കപ്പൽ. ദിശ തെറ്റിപ്പോകുന്നു കപ്പലിന്. സ്ഥിരതയില്ലാതാകുന്നു കപ്പിത്താന്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചു വശായി ദൈവത്തെ വിളിച്ചു പറയുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് ആ കപ്പലിനുള്ളിൽ. ദൈവത്തോട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ നിലവിളിക്ക് ആ ദൈവം ഉത്തരം നൽകുന്നുണ്ടോ എന്ന് കപ്പൽ പ്രദക്ഷിണം നമ്മെ പഠിപ്പിക്കുന്നില്ല. തീർച്ചയായും ആ ഒരു ഉത്തരം ദൈവം നൽകുന്നുണ്ട്. ഏത് സംഘർഷത്തിലും ദൈവത്തിന്റെ സാന്നിധ്യമാണ് മനുഷ്യവർഗത്തിന്റെ മേൽ പെയ്തിറങ്ങുക. ഇത് സംഘർഷത്തിൽപ്പെട്ട്, കടൽ ക്ഷാമത്തിൽപ്പെട്ട് തകരലെന്നുറപ്പാകുന്ന ഒരു കപ്പലിന്റെ ചിത്രം കടപ്പൂർ നിവാസികളുടെ കരങ്ങളിലൂടെ ഈ വിശ്വാസി സമൂഹത്തിന്റെ സകലത്തിന് മേൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം സംഘർഷങ്ങളും നഷ്ടങ്ങളും തകർച്ചയെത്തിയാൽ, കണ്ണുകളുയർത്തിയാൽ മറുപടി ലഭിക്കും എന്ന പാഠം നമുക്ക് ഉൾക്കൊള്ളാം. പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമാക്കിയത്
വസ്ത്രങ്ങളും സമ്മാനിച്ച കടപ്പൂർ നിവാസികളിതാ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന അനുഭവത്തെ ഒരിക്കൽ കൂടി നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. കടൽക്ഷോഭത്തിന് കാരണം കപ്പലുണ്ടായിരുന്ന യോനായാണെന്ന് നറുക്കെടുപ്പിലൂടെ തിരിച്ചറിഞ്ഞ കപ്പൽ യാത്രക്കാർ യോനായെ കടലിലേക്ക് എറിഞ്ഞതിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് കപ്പലിൽ നിന്ന് യോനായുടെ രൂപം പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കപ്പലിന്റെ യാത്രയിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ പ്രദക്ഷിണം. അനുസരണക്കേടിന്റെ അനുഭവം കടൽക്ഷോഭത്തിന് തുല്യമാണ്. എന്നാൽ ദൈവിക പദ്ധതികളോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ഇതാ ശാന്തമായി സഞ്ചരിക്കുന്ന ഈ കപ്പൽ പോലെ, നന്മയുടെ തീരത്തണിയുന്ന കപ്പൽ പോലെ നമുക്കും സഞ്ചരിക്കുവാൻ കഴിയുമെന്ന വലിയ പാഠം കടപ്പൂർ നിവാസികൾ നമുക്ക് കപ്പൽ പ്രദക്ഷിണത്തിലൂടെ പറഞ്ഞു നൽകുകയാണ്. നമുക്കും മാനസാന്തരത്തിന്റെ വഴികളിലൂടെ, അനുതാപത്തിന്റെ വഴികളിലൂടെ, ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്ന് സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന വലിയ പാഠമാണ് നമുക്ക് നൽകുക. ശാന്തമായ കപ്പലിലേക്ക് ഒരുപാട് വിശ്വാസികൾ നിക്ഷേപിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. വിശാല കുറവലങ്ങാടിന്റെ ഭാഗമായിരുന്ന കടപ്പൂരിലുള്ള കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് ദൈവിക സന്നിധിയിലേക്ക് തങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും വേദനകളും സമർപ്പിക്കുന്നതിനൊപ്പം തങ്ങളുടെ വിളവിന്റെ ഒരു അംശം പോലെ തളിർവെറ്റിലകൾ സമർപ്പിക്കുക. അത്ഭുതകരമായ രോഗശാന്തിക്ക്, കാര്യസാധ്യത്തിന് ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നവർക്ക് ഈ തളിർവെറ്റികൾ ഇതിലേക്ക് സമർപ്പിക്കാം. നാണയത്തുട്ടുകളായി വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ മുൻതലമുറകൾക്ക് അനുഗ്രഹമേകിയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മ ഈ പുഷ്പങ്ങൾക്കൊപ്പം നമ്മുടെ യാതനകൾ ഭക്തസാഗരത്തിലേക്ക് എത്തുന്നത് 12. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.